ഹലോ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ചരിത്രമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് ഫെബ്രുവരി 1 ഒരു തിങ്കളാഴ്ചയായിരുന്നു. ആൻഡ് ഞങ്ങൾ വൈകുന്നേരം കുറച്ച് ലേറ്റായി ഗേറ്റ് വേ ഒക്കെ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ. അപ്പോൾ മുംബൈയുടെ ഐക്കോണിക് ആയിട്ടുള്ള ആ ബ്ലാക്ക് ആൻഡ് യെല്ലോ കളറുള്ള ക്യാബിൽ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോയി. അവിടുന്ന് നേരെ റൂമിലേക്ക് എത്തി. അപ്പോൾ പിറ്റേ ദിവസം, അതായത് 2-ാം തീയതി തിങ്കളാഴ്ചയാണ് ഞങ്ങൾ കോർഡേലിയ ക്രൂസ് വഴി മുംബൈ ടു കൊച്ചി യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4:30-ക്കാണ് നമ്മളുടെ കപ്പൽ പുറപ്പെടുന്നത്. പക്ഷേ നമുക്കൊരു 11:30യോടുകൂടി തന്നെ കപ്പലിൽ കയറാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ, രാവിലെ കുറച്ച് നേരത്തെ തന്നെ ഈ 11:30-ക്ക് മുമ്പുള്ള സമയത്ത് മുംബൈയിലെ കുറേ കാഴ്ചകൾ കാണാം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലാൻ പ്രകാരം ഞങ്ങൾ രാവിലെ ഒരു 7 മണിയായപ്പോൾ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പെരിൻ നരിമാൻ സ്ട്രീറ്റിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തതൊക്കെ. അപ്പോൾ അവിടുന്ന് വളരെ റീച്ചബിളാണ്. വിക്ടോറിയ ടെർമിനസ് കാണാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ വളരെ റീച്ചബിളാണ്, വളരെ അടുത്താണ് വിക്ടോറിയ ടെർമിനസ്, അതുപോലെ തന്നെ ഗേറ്റ് വേ, അതുപോലെ തന്നെ ഈ ക്രൂസ് ടെർമിനൽ ആണെങ്കിലും ഇതെല്ലാം ഞങ്ങൾ താമസിച്ച സ്ഥലത്തിന് വളരെ അടുത്താണ്. അപ്പോൾ ഈ പെരിൻ നരിമാൻ സ്ട്രീറ്റിൽ തന്നെ ഞങ്ങൾ നടന്നാണ് അപ്പം ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഈ സ്ട്രീറ്റിൽ തന്നെ ഒരു പാഴ്സി ടെമ്പിളുണ്ട്. അപ്പോൾ ഈ ടെമ്പിളിന് വളരെ അധികം പ്രത്യേകതകളൊക്കെ ഉള്ളൊരു ടെമ്പിളാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു പേർഷ്യൻ ആൻഡ് ഗ്രീക്ക് റിവൈവൽ സ്റ്റൈൽസ് ഓഫ് ആർക്കിടെക്ചറിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വളരെ പഴക്കം ചെന്ന ഒരു ടെമ്പിളാണ്. ഒറിജിനലി അത് 1735-ലാണ് ഇത് പണിതത്. ആൻഡ് അത് റീബിൽഡ് ചെയ്തു 1891-ൽ അത് പുതുക്കി പണിയുകയൊക്കെ ചെയ്തു. ഞാനും പപ്പായും മമ്മിയും കൂടെയാണ് അവിടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്തതൊക്കെ. അപ്പം കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല നല്ല കളർഫുൾ, നല്ലൊരു യെല്ലോയിഷ് കളറും, ഭയങ്കര രസമാണ് ആ പ്രദേശം കാണാനായിട്ടൊക്കെ. അപ്പോൾ അവിടുത്തെ കുറച്ച് പുരോഹിതന്മാരെയൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്തു. വീണ്ടും ഞങ്ങൾ മുമ്പോട്ട് നടന്നു. ഉടനെ തന്നെ നമ്മൾ വിക്ടോറിയ ടെർമിനസിൽ നമ്മൾ എത്തി. ആൻഡ് ആക്ച്വലി ഒരു പള്ളിമുറ്റത്ത് എത്തുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ആ ഒരു യൂറോപ്യൻ ആർക്കിടെക്ചർ പോലെയൊക്കെ നമുക്ക് ഒരു പൂമരമൊക്കെ അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ശരിക്കും ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കാം വിക്ടോറിയ ടെർമിനസ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഡബിൾ ഡെക്കർ ബസ്സുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നു. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ബസ്സൊക്കെ അവിടെ പാർക്ക് ചെയ്യുന്നതും. അതുപോലെ തന്നെ ആളുകളാണേലും ഇപ്പോൾ ഒരു സിറ്റിയിൽ ബസ്സിൽ കയറാനായിട്ടുള്ള ഒരു തിരക്കൊന്നും അവിടെ ഇല്ല. അവിടെ എല്ലാവരും ക്യൂ നിന്നാണ് ബസ്സിൽ കയറുന്നത്. ഒരു സിവിക് സെൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു മാനേഴ്സൊക്കെ കീപ്പ് ചെയ്താണ് ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വിക്ടോറിയ ടെർമിനസിൻ്റെ ഫ്രണ്ടിലെത്തി. ശരിക്കും ഈ വിക്ടോറിയ ടെർമിനസ് എന്ന പേര് 1887 മുതൽ 1996 വരെയാണ് ഈ വിക്ടോറിയ ടെർമിനസ് എന്നറിയപ്പെട്ടിരുന്നത്. 1996 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിൽ ഇത് CST അല്ലെങ്കിൽ ഛത്രപതി ശിവാജി ടെർമിനസ് എന്നറിയപ്പെട്ടിരുന്നു. വീണ്ടും ജൂൺ 2017 മുതലാണ് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ എന്നുള്ളൊരു പേരിലേക്ക് മാറിയത്. ഇപ്പോൾ പേരുകൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൗന്ദര്യം മാറുന്നില്ല. ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അതായത് നമ്മളുടെ യുനെസ്കോ ഹെറിറ്റേജ് റെക്കഗ്നിഷനൊക്കെ കിട്ടിയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇതിൻ്റെ പോയിൻറ്റഡ് ആയിട്ടുള്ള ആർച്ചസ് ഒക്കെ ഭയങ്കര മനോഹരമാണ്. ഗോത്തിക് ആർക്കിടെക്ചറിലാണ് ഇത് പണിതിരിക്കുന്നത്. അപ്പോൾ പോയിൻറ്റഡ് ആർച്ചസ് ഒക്കെ ഞങ്ങൾ നോക്കി ഇങ്ങനെ നടന്നു. ഒരു മൺഡേയാണ്, അതിൻ്റേതായിട്ടുള്ള എല്ലാ റഷും ആ പ്രദേശത്തുണ്ട്. നല്ല തിരക്ക്, ഫുട്പാത്തൊക്കെ നിറഞ്ഞാണ് ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നത്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വീഡിയോ ഒക്കെ പിടിച്ചു. അപ്പോൾ ഇതിന് നല്ല ഉയരങ്ങളുണ്ട്. ശരിക്കും ഈ ഒരു ആർക്കിടെക്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ ആർക്കിയോളജിയൊക്കെ പഠിച്ച ആൾക്കാർക്ക് കുറച്ചും കൂടെ ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ നല്ല ഭംഗിയുള്ളൊരു ബിൽഡിംഗ് എന്നേ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാവുള്ളൂ. എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ ആർക്കിടെക്ചറിനെ കുറിച്ചൊക്കെ ഒരു ധാരണയുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഓരോ എലമെൻസിനും ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ചില പ്രൊജക്ഷൻസ്, ഇങ്ങനെ സർക്കുലർ ആയിട്ടുള്ള ചില പ്രൊജക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ എണ്ണത്തിനൊക്കെ ചില അർത്ഥങ്ങളുണ്ട്. അതിൽ ചില രൂപങ്ങൾക്കൊക്കെ ചില മീനിങ് ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ പെട്ടെന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുരോഹിതനുണ്ട്, ഫാദർ സജി കണ്ണാമ്പറമ്പൻ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികനാണ്. അപ്പോൾ അദ്ദേഹം ആർക്കിയോളജി പഠിച്ചത് റോമിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. അദ്ദേഹമൊക്കെ അവരുടെ പ്രൊഫസറും ഇവരെ സ്റ്റുഡൻസും കൂടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഒരു തൂണിനെക്കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ രാവിലെ തുടങ്ങിയ ക്ലാസ് ഈ തൂണിൻ്റെ ഒരു സൈഡിൽ വന്നിങ്ങനെ നിന്ന് രാവിലെ മുതൽ ഉച്ച വരെ ആ സൈഡിൽ നിന്ന് അനങ്ങിയിട്ടില്ല. അപ്പോൾ ആ ഒരു സൈഡ് പഠിക്കാൻ തന്നെ ഏകദേശം 3 മണിക്കൂർ എടുത്തു. ഉച്ച കഴിഞ്ഞ് അടുത്ത സൈഡ്. അപ്പോൾ അതിനും മാത്രം പഠിക്കാനായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെയും പില്ലറുകളൊക്കെ വളരെ ഫേമസ് ആണ്, ഗുപ്ത പീരീഡിലുള്ളതാണെങ്കിലും. അപ്പോൾ ഈ പില്ലറിനൊക്കെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, അതിന് മുകളിലൊരു ക്രൗൺ ഉണ്ടാകും.
ആ ക്രൗണിലുള്ള ഇലമെൻസിനൊക്കെ ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക്, നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ചിലപ്പോൾ ഇതൊന്നും ഡീകോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് പഠിച്ച ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആൻഡ് ദേ മൈറ്റ് ബി ഏബിൾ ടു റീഡ് ദിസ്, ഈ ഒരു ബിൽഡിങ്ങിനെ വായിക്കാനായിട്ട് അവർക്ക് പറ്റും. അപ്പോൾ അത്രത്തോളം ഡീറ്റെയിലിംഗ് ഒക്കെ ഈ വിക്ടോറിയ ടെർമിനസിനുണ്ട്. ഞങ്ങൾ പിന്നെ പതുക്കെ ഇതിൻ്റെ അകത്തേക്ക് കയറി. ലിറ്ററലി ശരിക്കും ഞങ്ങളുടെ കത്തീഡ്രൽ പള്ളി കയറുന്ന ഒരു ഫീലായിരുന്നു. അതായത് ഞങ്ങളുടെ വിമലഗിരി കത്തീഡ്രലാണ് ഞങ്ങളുടെ പള്ളി. അപ്പോൾ അതിൻ്റെ അകത്ത് കയറുന്നത് പോലത്തെ ഒരു ഫീലായിരുന്നു. ഉയരമുള്ള തൂണുകളും അതുപോലെ തന്നെ ആ തൂണ് ചെന്ന് ചേരുന്ന ഏരിയയും ഭയങ്കര രസമുള്ള ഒരു ബിൽഡിങ്. ആൻഡ് ഞങ്ങളെ ഞെട്ടിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു. എന്ന് വെച്ചാൽ ഇത്രയും എത്ര ഫുട്ഫോൾസ് വീഴുന്ന ഒരു സ്ഥലമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ ഓരോ ദിവസവും വരുന്നത്. എന്നിട്ടും ഈ പ്രദേശം ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു എലമെൻറ്റും ഞങ്ങൾ കണ്ടിട്ടില്ല. നല്ല വൃത്തിയായിട്ട് അവർ കീപ്പ് ചെയ്യുന്നു. ലിറ്ററൊക്കെ കറക്റ്റായിട്ടെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പതുക്കെ വെളിയിലിറങ്ങി നമ്മളുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് മറ്റൊരു ബിൽഡിംഗ് ഉണ്ട്. അതും അതിമനോഹരമായിട്ടുള്ളൊരു ബിൽഡിംഗ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ കോർപ്പറേഷൻ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെയാണ് ഈ ആദ്യത്തെ ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഓർത്തോളം 100 വർഷം മുമ്പാണ് അവിടെ ആദ്യത്തെ ഹൈഡ്രോളിക് ലിഫ്റ്റ് വന്ന ബിൽഡിങ് ഈ ഒരു ബിൽഡിംഗാണ്. അപ്പോൾ ഇതിൻ്റെയും ആർക്കിടെക്റ്റ് അദ്ദേഹം തന്നെയാണ്, FW സ്റ്റീവൻസ് ആണ്. ഓക്കെ, നമ്മുടെ വിക്ടോറിയ ടെർമിനസിൻ്റെ ആർക്കിടെക്റ്റ് തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫെഡറിക് വില്യം സ്റ്റീവൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചീഫ് എഞ്ചിനീയറിൻ്റെ പേര് വിൽസൺ ബെൽ എന്നാണ്. അപ്പം ഇദ്ദേഹം തന്നെയാണ് നമ്മളുടെ ഈ കോർപ്പറേഷൻ ബിൽഡിങ്ങും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോർപ്പറേഷൻ ബിൽഡിംഗ് ഒരു ഇൻഡോ സാർസനിക് ആർക്കിടെക്ചറിൽ, ഒരു വെനീഷ്യൻ ഗോത്തിക് ആർക്കിടെക്ചറിലൊക്കെ പണിതിരിക്കുന്ന ഒരു ബിൽഡിംഗാണ് ഈ ഒരു കോർപ്പറേഷൻ ബിൽഡിംഗ്. അപ്പോൾ ഈ കോർപ്പറേഷൻ ബിൽഡിംഗ് ഞങ്ങളിങ്ങനെ കണ്ടു. അപ്പോൾ ഈ വിക്ടോറിയ ടെർമിനസിനും കോർപ്പറേഷൻ ബിൽഡിങ്ങിനും ഇടയ്ക്ക് നല്ല വീതിയുള്ളൊരു റോഡുണ്ട്. അപ്പോൾ ഈ കോർപ്പറേഷൻ ബിൽഡിങ്ങിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു കോട്ടൊക്കെ ആണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു പ്രതിമ അവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ ഇതാരാണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഈ ലയൺ ഓഫ് ബോംബെ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന സർ ഫിറോസ് ഷാ മേത്ത, അദ്ദേഹം ഒരു പാഴ്സി ലോയറാണ്. ആൻഡ് ഹീ ഈസ് വൺ ഓഫ് ദി ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പം ശരിക്കും ഈ മുംബൈ നഗരം ഡിസൈൻ ചെയ്ത ആളാണ്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ മുംബൈ നഗരം ഇങ്ങനെ ആകാനായിട്ട് പ്രധാന പങ്ക് വഹിച്ചവരിൽ ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിമ 1923 അവിടെ സ്ഥാപിച്ചത്. അപ്പോൾ അതൊക്കെ 100 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ പ്രദേശമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം അത്രയും തിരക്കുള്ള റോഡ് ഭയങ്കര വീതിയുള്ള റോഡാണ്. നമുക്കങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകാനായിട്ടുള്ളൊരു സാധ്യതയൊന്നുമില്ല. അപ്പോഴാണ് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു അണ്ടർപാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങി നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടി നടന്ന് അപ്പുറത്തെ സൈഡിലെത്താൻ പറ്റും. അന്ന് അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതിൻ്റെ അടിയിൽ കൂടെ നടന്നു. ശരിക്കും അവിടെ നല്ല നമ്മൾ ഞെട്ടിച്ചു തുടങ്ങി. അടിയിലൊക്കെ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ഓർക്ക് അത്ര സേഫ് ആണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ള ഇതിൻ്റെ അടി വേറൊരു ലോകം പോലെയാണ്. അതിൻ്റെ അടി കച്ചവടക്കാരുണ്ട്, തുണിക്കടയുണ്ട്, ചെറിയ ചെരുപ്പ് കടയുണ്ട്, ടോയ്സ് ഒക്കെ വിൽക്കുന്നു, ചെറിയ സ്നാക്സ് ഒക്കെ വിൽക്കുന്നു. അപ്പം ഭയങ്കര രസമാണ്. അപ്പം നമുക്ക് സേഫായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ റോഡിൻ്റെ അപ്പുറത്തെത്തി. ഇപ്പം നമ്മൾ കോർപ്പറേഷൻ ബിൽഡിങ്ങിൻ്റെയും അതിൻ്റെ അടുത്തൊരു ക്യാപിറ്റോൾ തിയേറ്ററൊക്കെ ഉണ്ട്. ഈ തിയേറ്ററിനും ഒക്കെ ഒരു യുനെസ്കോയുടെ എന്തോ റെക്കഗ്നേഷനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ ക്യാപിറ്റോൾ തിയേറ്റർ പണ്ട് അവിടെ ആർട്ട് ഫോംസ് ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന ഒരിതാണ്. അതിനുശേഷം തിയേറ്ററൊക്കെ ആക്കുകയായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ കോർപ്പറേഷൻ ബിൽഡിങ്ങിനും ഗ്രേഡ് 2A ഹെറിറ്റേജ് സ്ട്രക്ചർ എന്നുള്ളൊരു സ്റ്റാറ്റസൊക്കെ ഉള്ള ഒരു ബിൽഡിങ്ങാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലെത്തി. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് അതിനോട് അടുത്ത് തന്നെ, അതായത് ഈ കോർപ്പറേഷൻ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു ഹോട്ടലുണ്ട്. അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. അവിടുന്ന് ഈ ഉപ്പുമാവാണ് കഴിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഉപ്പുമാവെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഭയങ്കര കളർഫുൾ, അത്തപ്പം ഇട്ട പോലെയാണ്. അതിൻ്റെ അകത്ത് ക്യാരറ്റ്, ക്യാപ്സിക്കം, ഗ്രീൻ പീസ് എന്ന് വേണ്ട അത്യാവശ്യം പച്ചക്കറിയെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിൽ പിന്നെ മമ്മി വീട്ടിൽ ഈ പറയുന്ന ഈ രീതിയിലാണിപ്പം അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് കളർഫുള്ളായിട്ടുള്ള ഉപ്പുമാവാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ വീണ്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വിക്ടോറിയ ടെർമിനസിൻ്റെ അല്ലെങ്കിൽ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു, ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ്, 10 വർഷം എടുത്തത് പണിയാനായിട്ട്.
അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 1878 പണി തുടങ്ങി 1888 പണി തീർത്ത ഒരു ബിൽഡിങ്ങാണ്. ഒന്ന് ഓർത്ത് നോക്കി, അത്രയും വർഷം മുമ്പ്. ഇപ്പോഴത്തെ പോലത്തെ ടെക്നോളജി ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, അതുപോലെ തന്നെ ഇത്ര വലിയ വലിയ ഭാരം തൂക്കിയെടുക്കാൻ പറ്റിയ ക്രെയിനില്ല, എല്ലാം മാനുവൽ ലേബറാണ്. 10 വർഷം കൊണ്ട് അവർ പണിത് വെച്ചിരിക്കുന്ന കൊട്ടാര സദൃശ്യമായിട്ടുള്ള ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ഏറ്റവും ഭംഗിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ മുംബൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാ ബിൽഡിങ്ങുകൾക്കും ഏകദേശം ഒരു 200 വർഷം പഴക്കമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു ചായക്കട കണ്ടാൽ ആ ചായക്കടയ്ക്ക് എന്തെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ റെലവൻസ് കാണും. ഏതെങ്കിലും നാഷണൽ ലീഡറൊക്കെ അവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു നഗരമാണ് മുംബൈ. പക്ഷേ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പം ഈ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രസിഡൻസി ആയിരുന്നു അതുകൊണ്ട് തന്നെ നാഷണൽ മൊമെൻറ്റ്സ് ഒക്കെ ഒത്തിരി അവിടെ നടന്നിട്ടുണ്ട്. ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല ഇവൻറ്റുകളും അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ബിൽഡിങ്ങുകൾക്കുമൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഞങ്ങൾ വീണ്ടും ഈ സ്ട്രീറ്റിൽ കൂടി നടന്നു. നല്ല തിരക്ക്, തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മുമ്പോട്ട് നടന്നപ്പോഴത്തേക്ക് വീണ്ടും മറ്റൊരു ബിൽഡിങ് കാണുന്നു. വലിയ മകുടവും വലിയ ഡോമൊക്കെ ആയിട്ടുള്ള ഒരു ബിൽഡിങ്. അത് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അതവിടുത്തെ ഈ പോസ്റ്റ് ഓഫീസാണ്, ജനറൽ പോസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനും ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചില റിലവൻസ് ഒക്കെ ഉള്ളതാണ്. അതായത് ജോൺ ബർഗ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റാണ് ഇത് ഡിസൈൻ ചെയ്തതൊക്കെ. ഇത് 1909 പണിത ഒരു ഇൻഡോ സാർസനിക് ആർക്കിടെക്ചറിൽ പണിതിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ്. അപ്പോൾ നമ്മളുടെ കോർപ്പറേഷൻ ബിൽഡിങ് ഇൻഡോ സാർസനിക് ആൻഡ് വെനീഷ്യൻ ആർക്കിടെക്ചറിൽ പണിതാണ്. പല സ്കൂൾസ് ഓഫ് ആർക്കിടെക്ചറാണ് ഇതൊക്കെ. ഇപ്പോൾ നമ്മൾ ദ്രവീഡിയൻ അല്ലെങ്കിൽ പേർഷ്യൻ എന്നൊക്കെ പറയുന്നത് പോലെ യൂറോപ്പിലെ ആർക്കിടെക്ചറൽ സ്റ്റൈലുകളാണ്. അപ്പോൾ അതിനെ ചില ഇന്ത്യൻ പാലസുകളുമൊക്കെ പണിതിരിക്കുന്ന സ്റ്റൈലുമായിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇവർ പണിതിരിക്കുന്നത്. ഈ പോസ്റ്റ് ഓഫീസൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതിനും യുനെസ്കോയുടെ ചില റെക്കഗ്നിഷനൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഗ്രേഡ് 2A എന്ന കാറ്റഗറിയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതുമൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് നടന്നു. അപ്പം മുംബൈയെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ നല്ല എല്ലാ എലമെൻസിലും എല്ലാ മുക്കിലും മൂലയിലും ഒക്കെ ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററിയൊക്കെ അറിയാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ ഒത്തിരി എൻജോയ് ചെയ്യും ഇതിലുള്ള ഈ ഒരു നടപ്പ്. ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് നടക്കുമ്പോഴൊക്കെ ഈ വിക്ടോറിയ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. വിക്ടോറിയ ടെർമിനസ്, ആ റെയിൽവേ സ്റ്റേഷൻ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്നാൽ അതിൻ്റെ ഓരോ എലമെൻസും അതിൻ്റെ ആ കളറും അതൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു നന്നായിട്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. അവിടെ ഒരു ഇതിൻ്റെ ഭിത്തിയിൽ യുനെസ്കോയുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പള്ളി പോയ ഒരു ഫീലാണ്. ഞങ്ങളുടെ കത്തീഡ്രൽ പള്ളി സ്പെയിനിൽ നിന്നുള്ള ഒരു ബിഷപ്പ് പണിതാണ്. അംബ്രോസ് അബോസോളോ എന്ന് പറയുന്ന ഒരു ബിഷപ്പാണ് ഈ വിമലഗിരി കത്തീഡ്രൽ പണിതത്. അതിൻ്റെ പിക്ചർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് പോലെയൊക്കെ തന്നെ ഗോത്തിക് ആർക്കിടെക്ചറിനൊക്കെ ഒത്തിരി അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതിൻ്റെ പോയിൻറ്റഡ് ആയിട്ടുള്ള ആർച്ചസ്, കൈകൂപ്പി നിൽക്കുന്ന പോലത്തെ ആർച്ചസ് ആണ് ഇതിനുള്ളത്. ഇപ്പോൾ ശരിക്കും വിക്ടോറിയ ശരിക്കും ഒരു ഇമോഷനാണ്. വിക്ടോറിയ ടെർമിനസ് നമ്മുടെ മുംബൈയുടെ തന്നെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇതുപോലത്തെ ആർക്കിടെക്ചറൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം നമ്മുടെ ദ്രവീഡിയൻ ആർക്കിടെക്ചറിൽ ഇപ്പോൾ ബൃഹദേശ്വര ക്ഷേത്രം, അപ്പോൾ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ വരും. അപ്പോൾ അതൊരു വണ്ടർ ആയ പോലെ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ഗോത്തിക് ആർക്കിടെക്ചറിലുള്ള ഈ റെയിൽവേ സ്റ്റേഷനും നമുക്കൊക്കെ ഒരു അഭിമാനം തന്നെയാണ്. പിന്നെ നമ്മുടെ കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മകളും ഒക്കെ ഇതിൻ്റെ അകത്ത് എക്കോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. വീണ്ടും ഞങ്ങൾ മുമ്പോട്ട് വീണ്ടും നടന്ന് ഞങ്ങൾ ദ ബെല്ലാർഡ് പിയർ ഡൗൺ ടൗൺ എക്സ്പീരിയൻസ് സെൻറ്റർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഫസ്റ്റ് വേൾഡ് ക്ലാസ് ക്രൂസ് ടെർമിനലിലേക്ക് ഞങ്ങളെത്തി. ആക്ച്വലി ഇവിടെ നിന്നാണ് നമ്മൾ നാളെയല്ല അന്ന് തന്നെ കോർഡേലിയ ക്രൂസിൽ കയറി കൊച്ചിക്ക് തിരിക്കേണ്ടത്. അപ്പോൾ കോർഡേലിയ ക്രൂസിൽ കയറിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ കാണാം. Hope you enjoyed this video. So that's it for today. Thank you.